ഹേ ഗായ്സ് പറ എന്തെങ്കിലും ഹലോ ഗൈസ്. എന്തിനു വന്നിന് പടത്തിരി ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ ഫായ്സ് ഇല്ല. ഫായ്സ് ചെയ്ത മംഗളത്തിന് പോകാനുണ്ട്. ഫായ്സ് വന്നിട്ടില്ല. ഫായ്സ് ഫാൻസ് കമന്റ് ചെയ്യാം. ഇത് ധ്യാന്റെ പടം നമ്മ ഇതിന് മുമ്പത്തെ ഒരു പടം വരാൻ വിചാരിക്കുമ്പോ അല്ലേ ആ പടം മോശമായോണ്ട് വരാത്തത്. അങ്ങനെ പറയല്ലോ ബ്രോ. നല്ല ഇല്ല ബ്രോ, വേറെ നല്ലതില്ല. എല്ലാം ഒരുമാതിരി ഇങ്ങനെ ഷോർട്ട് ഫിലിം പോലത്തെ പടം ഞാൻ ഇങ്ങനെ കാണുന്നതല്ല അതുപോലത്തെയാണ്. പക്ഷെ ഇത് ക്വാളിറ്റി പടം അല്ലേ. ഇതിന്റെ ഒപ്പം തന്നെ മറ്റേ നരിവേട്ട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് വരാനുള്ള മെയിൻ സംഭവം എന്ത്? പ്രൊഡക്ഷൻ. ഇതൊന്നും അമ്മ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ പറയുന്ന അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞോ മിന്നൽ മുരളിയുടെ എല്ലാം അവരെ ഇതായതുകൊണ്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാം. കാരണം അവര് ചെയ്ത പടമെല്ലാം അങ്ങനത്തെയാണ്. കഥയിലും ആ ഒരു ഇതിലുണ്ട് അല്ലെ. ഒരു ഗ്രാമം 2-3 പടം അതിലെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. അപ്പൊ ചെയ്യണമെങ്കിൽ എന്തോ ഇതിലുണ്ടല്ലോ, അതായിരിക്കും ചെയ്തേ. അതിന് പറഞ്ഞോ അതിന് ആ ഒരു കഥ എലമെന്റ് കൊണ്ട് ഒരു ഗ്രാമം, ആ ഒരു കാലഘട്ടം, അതായത് നമ്മളെ മിന്നൽ മുരളിയുടെ അതുപോലത്തെ ഒരു രാമായണം, ആ ഒരു കഥ പറയാലോ. ഒരു ഗ്രാമം പുറത്തുനിന്ന് അങ്ങനെ ഇതില്ലാത്തൊരു ഗ്രാമം, ഒരു കാലഘട്ടം സെയിം, ഒരു നാട്, കുറച്ച് പോലീസുകാര് നാട്, ഒന്നും അതായത് ഒരു കേസും വരാത്ത ഒരു നാട്. ആകെ ഒരു ചെറിയൊരു മോഷണം മാത്രമേ വരൂ. അത് ഈ തേങ്ങ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ്. 280 ആൾക്കാർ ഇല്ലോ, 50 വീട് പറയുന്നുണ്ടല്ലേ. ആടെ നടക്കുന്ന ഒരു സംഭവം 280 ആൾക്കാര് അല്ല അതിൽ പറയുന്നുണ്ടാവും പറയണ്ടില്ല. എന്നിട്ട് ആടെ ഒരു ഇങ്ങനത്തെ ഒരു കില്ലർ വരുന്നത്, പിന്നെ അത് ഇതാക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ പോലീസിനെ സഹായിക്കുന്ന ഒരാളും, അങ്ങനെ ഒരു സംഭവം. ഡിറ്റക്റ്റീവും പോലീസും ഡിറ്റക്റ്റീവ് ആയിട്ടാണ് ഈ ഞാൻ വരുന്നത്. പിന്നെ കോമൺ വലിയ പ്രത്യേകത ഒന്നുമില്ല. എപ്പോഴും നമ്മൾ എല്ലാ പടത്തിലും കാണുന്നത് ധ്യാൻ തന്നെ. ഇന്റർവ്യൂലെല്ലാം വരുന്ന പോലെ ആ ഒരു മുണ്ടും ഒരു ഷർട്ടും ഇട്ട്, ഡ്രസ് മാത്രം വ്യത്യാസമുണ്ടോ പടത്തില്, ബാക്കിയെല്ലാം ഇങ്ങനെ ആ സെയിം. അതുപോലെ മോശമൊന്നുമില്ല, അങ്ങനെ മോശമില്ല. പിന്നെയും കുറച്ച് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല ഇത് ക്യാരക്ടർ വെറുതെ ഒരു അഭിനയിക്കുന്ന ഒരു പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ മറ്റേ നമ്മൾ ഇൻസ്റ്റ റീൽ ചെയ്യുന്ന അമീൻ, അതില് 4 ആൾക്കാരില് 2 ആൾക്കേ ഇല്ലോ അതില് സീൻ. ബാക്കി 2 ആള് വെറുതെ ഒപ്പരും ഇല്ല, നമ്മളെയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അവരെ കൂട്ടിയ പോലെ ഫീൽ ചെയ്തല്ലേ. അവർക്ക് പറയുന്നുണ്ട് ഇന്റർവ്യൂല് ഇവരെ വിളിച്ചിട്ടില്ല, പിന്നെ ഇവരെല്ലാരും വിളിച്ചാൽ മാത്രമേ വരൂ വെറുതെ പറഞ്ഞ. പക്ഷെ ഇത് അതുപോലെ തന്നെ ബാക്കി 2, അതായത് അമീനും നിഹാലും, ഇവര് 2 ആള് മാത്രമേ മെയിൻ ഇല്ലു. ബാക്കി 2 ആളും വെറുതെ ഒരു എന്തിനോ, ഇവർക്കൊന്നുമില്ല, ആകെ 2 ഡയലോഗ് കേട്ടോ. പക്ഷെ ഒപ്പരുണ്ട്. അമീൻ നല്ല ഉണ്ട്, ഡബിങ്ങിലും കൊറേ സംഭവം എല്ലാം ഉണ്ട്. എക്സ്ട്രാ ഇങ്ങനെ ഡയലോഗ് ഉണ്ട്. മെയിൻ കോമഡി കള്ളനായിട്ട് വരുന്ന രസമുണ്ട്, അത് രസമുണ്ട്. മറ്റേ വേറെ രസമുണ്ട്. മറ്റേ നരിവേട്ടായിട്ട് എനിക്കറിയില്ല കമ്പയർ ചെയ്യുമ്പോൾ. കാരണം തിയേറ്ററിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു ചങ്ങ പറഞ്ഞു ഇത് ഭയങ്കര ഇതാണ്, നെഗറ്റീവ് ആണല്ലോ പറയുന്ന പടത്തിന്. പക്ഷെ റിവ്യൂ ഒന്നും ഇതുവരെ ഇല്ല, നമ്മുടെ ആ ചങ്ങ പറഞ്ഞേ പുറത്തുനിന്ന്. പക്ഷെ അത്ര നെഗറ്റീവ് നല്ല പടമാണ്. പിന്നെ സിനിമയിലെ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, ഇവരൊരു യൂണിവേഴ്സൽ ആയിട്ട് ചെയ്യുന്നത്. ഓഫ് ആക്കിയിടോ ഇവര്. പക്ഷെ പിന്നെ ഓണാക്കി ആരും എണീച്ചു പോകുന്നില്ല. അല്ല, ആരും എണീക്കുന്നില്ല. ലാസ്റ്റ് ആദ്യം ഓണാക്കിയതാണ്. മറ്റേ എന്നാ അതിനെ പറയല്, എന്ത് കാർഡ്, ടൈറ്റിൽ കാർഡെല്ലാം കഴിഞ്ഞിട്ടില്ല സംഭവം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവര് കട്ടാക്കി. ടൈറ്റിൽ കാർഡ് കഴിയുമ്പോൾ കട്ടാക്കി. ആരും പോകുന്നില്ല. നമ്മ വിചാരിച്ചത് പരസ്യമാണ്, നമുക്കറിയും ചെയ്യില്ല. ലാസ്റ്റ് ആണ് ഇവര് ആ ഒരു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ആ ഒരു ഇത് കാണിക്കുന്നത്. അപ്പൊ മനസ്സിലായത് ഇങ്ങനത്തെ സംഭവമാണ്. ഇതൊരു യൂണിവേഴ്സ് ആക്കാനുള്ള പരിപാടിയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടും ഉണ്ട്, അതുപോലെ കാണിക്കുന്നുണ്ടല്ലോ. അതും കാണിക്കാം. ഇതെന്താ പറയുന്നതിന് സെക്കൻഡ് പാർട്ടിന് മറ്റേ പറയില്ലേ അങ്ങനെ കഥ പറയുന്ന. അപ്പൊ അത്രയുള്ളൂ അല്ലേ. നല്ല ധ്യാന്റെ നല്ല പടം അല്ലേ. ഓക്കെ, കാണാൻ വെച്ചാൽ കാണും അത്രയും. അപ്പൊ വരുന്നവര് പോയി കാണുവാ, പോയിരുന്നവര് കാണുവാ.